ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ വേഷത്തിൽ എന്നല്ലേ ചിന്തിക്കുന്നത്? ലെറ്റ് മീ ടെൽ യു. നമ്മൾ ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് സിറ്റിയിൽ വന്നതാണ്. ജസ്റ്റ് ഗോട്ട് ഔട്ട് ഓഫ് ദ ഷാ, നീഡ് ടു ചേഞ്ച്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഹൈദരാബാദ്. വി റിയലി വാണ്ടഡ് ടു ഗോ ടു എ ന്യൂ പ്ലേസ്, എസ്പെഷ്യലി ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഡിഫറെൻറ്റ് ക്വിസീനൊക്കെ ട്രൈ ചെയ്ത് വരാൻ പറ്റിയൊരു പ്ലേസ് ഏതാണെന്ന് ആലോചിച്ചപ്പം വി തോട്ട് ഓക്കെ ഹൈദരാബാദ്. നമുക്ക് പോകാനൊരു 2 hours ഒരു ജേർണിയേ ഉള്ളൂ. അപ്പോൾ വൈ നോട്ട്? റെഡിയായി വന്നപ്പോൾ കുറച്ച് ഓവറായെന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷേ സാറില്ല, ഇത്തിരി ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ, അല്ലേ? നമ്മൾ ഇന്ന് പോകുന്നത് ഓൾഡ് ഹൈദരാബാദിലേക്കാണ്. പേരുപോലെ തന്നെ ഹൈദരാബാദിന്റെ മെയിൻ കൾച്ചറൽ ഹബ്ബാണ് ഈ സ്ഥലം. അത്യാവശ്യം നല്ല ആളും ബഹളവും തിരക്കും ഒക്കെയുള്ള ഒരു ബിസി സ്ട്രീറ്റ് ആണ്. വിസിറ്റ് ചെയ്ത ഒരുപാട് പേർക്കും ഈ സ്ഥലം ഇഷ്ടാവണമെന്നില്ല. But you need to understand that this is where the history began and these streets will have a lot of stories to tell you. Our first stop, Charminar. This place marks the beginning of Hyderabad. And നമ്മൾ വന്നപ്പോൾ കുറേ ബാംഗിൾ ഷോപ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് കണ്ടല്ലോ, അതാണ് ലാഡ് ബസാർ, വിച്ച് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബാംഗിൾസ്. ഇവിടുന്ന് ഫിൽം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞു ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല. എന്നാൽ പിന്നെ നമുക്ക് മേലെ പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ മേലേക്ക് വിട്ടു. Obviously, the view did not disappoint and look at that beautiful architecture. ഇത് ശരിക്കും നിങ്ങളും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പണ്ടത്തെയും ഇപ്പോഴത്തെയും ആർക്കിടെക്ചേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ. ശരിയാണ്, ഇപ്പോഴത്തെ ബിൽഡിങ്സ് ഒക്കെ വളരെ സ്റ്റൈലിഷ് ആൻഡ് മോഡേൺ ആണ്. പക്ഷേ അതിലൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതിന്റെ സോൾ. അത് നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോഴാണ്. ആൻഡ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ചാർമിനാർ വി ഹാവ് ദ മെക്ക മസ്ജിദ്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മോസ്ക്സ്. പലരും ഓൾഡ് ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുമ്പോൾ മഴയുള്ള ദിവസം ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്, ബിക്കോസ് ദെൻ ഇറ്റ് ഗെറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ നമ്മൾ പോയെന്ന് ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല. ആസ് യു ക്യാൻ സീ ഇറ്റ് വാസ് പ്രിറ്റി സണ്ണി ആൻഡ് വിൻഡി. പിന്നെ അത്യാവശ്യം ആളും തിരക്കും ബഹളം ഒക്കെ ആയപ്പോൾ നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 5 minutes away വി ഹാവ് അനദർ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്. ആൻഡ് ശരിയാണ്, വൃത്തിയൊക്കെ കുറച്ച് കുറവാണ്. അങ്ങനെ ഒരു ക്വിക്ക് ഓട്ടോ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയത് ചൗമഹല്ല പാലസിലാണ്. തൊട്ടടുത്താണെങ്കിലും രണ്ട് സ്ഥലത്തെയും വൈബ് എന്തൊരു ഡിഫറെന്റ് അല്ലേ. ഇതാണ് ഹൈദരാബാദിന്റെ സ്പെഷ്യാലിറ്റി. ഒരു ഹൈടെക് സിറ്റി മാത്രമല്ല, പക്ഷേ ഒരുപാട് പാലസസ്, മ്യൂസിയംസ് ആൻഡ് ഫോർട്ട്സ് ഇതൊക്കെ കൂടിയുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണിത്. ഹൈദരാബാദ് എത്ര തന്നെ ഒരു മോഡേൺ സിറ്റി ആണെങ്കിലും അത്ര തന്നെ അവരുടെ ട്രഡീഷൻസിൽ റൂട്ടഡ് ആണ്. ഇന്നൊരു പക്ഷേ ഒരുപാട് സിറ്റീസിലും മിസ്സിംഗ് ആയിട്ടുള്ളതും ഇതന്നെയാണ്. നമ്മൾ ആ ചാർമിനാറിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമാണ്. ഞാനാണെങ്കിൽ നല്ല ഹീൽസൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇതും ഇട്ടിട്ടാണ് ആ ചാർമിനാറിൻ്റെ മേലെ കയറിയിട്ടുണ്ടായത്. എന്തായിരുന്നു ഞാൻ ചിന്തിക്കണേന്ന് എനിക്കറിയില്ല. ഈ ബിൽഡിങ്ങിൻ്റെ പേർപ്പസ് എന്താണെന്ന് എനിക്ക് കാര്യമായി അറിയണം. എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനത്തെ സ്റ്റേഴ്സ് ഉണ്ടാക്കിയത്? ഇപ്പോൾ നമ്മളുള്ളത് ചൗമഹല്ല പാലസിലാണ്. ഇറ്റ്സ് പ്രിറ്റി ബ്യൂട്ടിഫുൾ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള പാലസ് ഗ്രൗണ്ട്സ് ആണ്. നല്ല കാറ്റുണ്ട്, നല്ലൊരു സുഖം ഈ ചൂടിന്. ചാർമിനാർ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് എല്ലാവരും വന്നിങ്ങനെ ബാംഗിൾസ് മേടിക്കൂ, പേൾസ് മേടിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫിൽം ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ബട്ട് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഞാൻ വിചാരിച്ചത് ഭയങ്കര ക്രൗഡഡ് ആൻഡ് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം സാവധാനം എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഹിസ്റ്ററി ബുക്സ് വായിച്ചറിയുന്നതിനേക്കാൾ നമുക്ക് ശരിക്കൊരു ഫീല് കിട്ടുന്നത് ആ ഒരു പ്ലേസിൽ പണ്ട് അവരൊക്കെ നടന്നിരുന്ന പാതയിലൂടെ നടക്കുമ്പോഴാണ്, അല്ലേ? കാലം എത്ര പോയാലും മായ്ച്ചു കഴിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കും. ഇനിയും ഫിലോസഫി അടിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് പോവാം. മുന്നേ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സംഭവം നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിൽ കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ ചുവപ്പും മഞ്ഞയും പച്ചയും ഒക്കെ വാരി വിതറിയ ഒരു ഹോളൊക്കെയാണ് ഉണ്ടാവുക. കാരണം നമ്മൾ ഇതുവരെ കണ്ട മൂവീസിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ദിസ് പ്ലേസ് വാസ് എ കംപ്ലീറ്റ് കോൺട്രാസ്റ്റ് ടു ദാറ്റ്. നല്ല വൈറ്റ് മാർബിളിൽ സിൽവർ ആക്സൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ലാംപ്സ് ആൻഡ് വാൾ ഡിസൈൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. പുറത്ത് നല്ല കത്തുന്ന ചൂടായിരുന്നെങ്കിലും അകത്തേക്ക് കയറിയപ്പോൾ നല്ല കൂൾ ഫീലിംഗ് ആയിരുന്നു.
ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദീസ് മാർബിൾസ് ആൻഡ് ദ ഹൈ സീലിംഗ്. അന്നത്തെ ക്രാഫ്റ്റ്സ്മെനിന്റെ ബ്രില്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. പൊതുവെ എനിക്ക് ക്രൗഡഡ് പ്ലേസസ് ഇഷ്ടമൊന്നുമല്ല, എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ശാന്തത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് യു ക്യാൻ ലിറ്ററലി സീ ഇറ്റ് ഓൺ മൈ ഫേസ് ദ ഹോൾ ടൈം. അങ്ങനെ ഞാൻ നടന്നു വരുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കാര്യം മനസ്സിലായോ? നമ്മളിപ്പോൾ കണ്ട ഹാളിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണിത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ദർബാർ ഹാളാണെന്നാണ്. ഇപ്പം കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. പണ്ട് രാജാവും പ്രജകളും ഭടന്മാരും ഒക്കെ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്രേ അത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആംസ് ആൻഡ് അമ്യൂണിഷൻ റൂം, അങ്ങനെയും പറയാം. ഒരു AK-47 കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ലോകത്തുള്ള ഒരുവിധം ആയുധങ്ങളും അവിടെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും രസം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാനാണ്. ലിറ്ററലി ഫ്ലോർ ലെങ്ത് തൊട്ട് സീലിംഗ് വരെ വെപ്പൺസ് മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന സാധനം പണ്ട് അവർ ധരിച്ചിരുന്ന ഡ്രസ്സാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തെറ്റിപ്പോയി, അങ്ങനെയൊന്നുമല്ല. അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ വീണ്ടും 1-2 റൂംസൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ ഫിൽം ചെയ്തിട്ടില്ല. അതിൽ പലതിലും പണ്ട് രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസും അവർ യൂസ് ചെയ്തിരുന്ന കപ്സ് ആൻഡ് സോസേഴ്സ്, കട്ട്ലറി, അങ്ങനെ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ പാലസ് ടൂറിൻ്റെ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഒരുപാട് കൊത്തുപണികളും വളരെ ഇൻട്രിക്കേറ്റ് ഡിസൈൻസും. അതുകൂടാണ്ട് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ സലാർ ജംഗ് മ്യൂസിയം എന്ന് പറഞ്ഞ സിമിലർ വൈബുള്ള ഒരു പാലസ് കം മ്യൂസിയം ഉണ്ട്. പോവണം കാണണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഈ പോയിന്റ് ആയപ്പോഴത്തേക്ക് നല്ലോണം ടയേർഡായി. ബിക്കോസ് നല്ല ചൂടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഫുഡിലായിട്ട് നമ്മളത് മാറ്റി വെക്കണ്ടല്ലോ. ഇന്നത്തെ ലഞ്ച് ഒരു ഒത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണിയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ഷോ യു സംതിങ് എൽസ്. നമ്മളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്ത ഒരു ക്ലാസിക് സിഗ്നേച്ചർ ഡിഷാണ്. നൺ അതർ ദാൻ ദ ചായ് ആൻഡ് ബൺ മസ്ക ഫ്രം കെഫെ നെല്ലൂഫർ. ഇവിടെ വരുവാണെങ്കിൽ മിസ്സാക്കാൻ പാടില്ലാത്ത റൈറ്റാണ്, എസ്പെഷ്യലി ഇഫ് യു ആർ എ ചായ് ലവർ. ഞാൻ ചായ തീരെ കുടിക്കാത്ത ഒരാളാണ്, പാൽ ചായ എസ്പെഷ്യലി. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛനൊക്കെ നല്ല രീതിക്ക് ഈ ചായ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെല്ലാം ഒരുപോലെ എഗ്രി ചെയ്തൊരു കാര്യം, ആ ബൺ മസ്ക, ദാറ്റ് വാസ് ഹെവൻലി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് നവാബ്സിലാണ്. ബേസിക്കലി ഐ ഹാഡ് 3 പ്ലേസസ് ഓൺ മൈ ലിസ്റ്റ്: ഷദാബ്, നയാബ് ആൻഡ് നവാബ്സ്. ഷദാബിൽ പോകണം എന്നായിരുന്നു, പക്ഷെ അവിടുത്തെ ഒരു ഹൈജീൻ പിന്നെ സ്പേസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പം നമുക്ക് നവാബ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നി. നമ്മൾ ട്രൈ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി ആൻഡ് 1 പത്തർ കാ ഗോഷ്ട്. ആ ലാസ്റ്റ് പറഞ്ഞ സാധനം കല്ലിന്റെ മേലെ വെച്ച് ലാമ്പ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെല്ലാവരും തമ്മിൽ ഡിബേറ്റ് ആയത്. എൻ്റെ പേരൻസിനും ബ്രദറിനും സത്യം പറഞ്ഞ ബിരിയാണി വലിയ കാര്യമായിട്ട് ഇഷ്ടമായിട്ടില്ല. ബിക്കോസ് ഐ തിങ്ക് ദേ ആർ സോ യൂസ് ടു ദ മലബാറി ബിരിയാണി ദാറ്റ് വി മേക്ക് അറ്റ് ഹോം. പക്ഷേ എനിക്ക് സംഭവം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എരിഞ്ഞ് തുള്ളുന്ന തരത്തിൽ എന്തോ ഒരു സംഭവമാണ് ഈ ഹൈദരാബാദി ബിരിയാണി എന്നാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ടാണ് എനിക്കിഷ്ടമായത്. എന്നിട്ട് ഡെസേർട്ടിന് ട്രൈ ചെയ്ത ഈ കുനാഫയായിരുന്നു എൻ്റെ ഫസ്റ്റ് കുനാഫ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എന്തോ ഇത് ഇങ്ങനെയൊന്നും അല്ല വേണ്ടിയിരുന്നതെന്ന് തോന്നി. എൻ്റെ സങ്കല്പത്തിലെ കുനാഫ കുറച്ചുകൂടെ സ്വീറ്റർ ആയിരുന്നു. നിങ്ങൾ ഇത് ട്രൈ ചെയ്തവരാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ്സ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എങ്ങനെയാണ്. ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി ചെറുതായിട്ടൊന്ന് റെസ്റ്റപ്പ് ഒക്കെ ചെയ്തു. ഡിന്നറിന് മുന്നേ ചെറിയൊരു പ്രോപ്പർട്ടി ടൂറൊക്കെ നടത്തി. ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, നമുക്ക് രാത്രി നന്നായി കഴിക്കണ്ടേ. പക്ഷെ പ്രോപ്പർട്ടി ടൂർ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് താജ് കൃഷ്ണ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായ വേറൊരു ഹൈലൈറ്റ് അറിയണോ? നമ്മളിവിടെ വന്ന ദിവസമായിരുന്നു മലയാളത്തിന്റെ സ്വന്തം അഭിമാനമായ ബ്ലോക്ക് ബസ്റ്റർ മൂവി ലോക സക്സസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നത് ഹൈദരാബാദിൽ തന്നെ. പക്ഷെ ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാണ്ട് നമ്മൾ അന്ന് ഡിന്നറിന് പോയത് ആ മൂവിന്റെ കാസ്റ്റ് താമസിച്ചുകൊണ്ടിരുന്ന സെയിം ഹോട്ടലിലാണ്, പാക് ഹയത്ത്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളൊന്ന് ഞെട്ടി. ബിക്കോസ് ലുക്ക് അറ്റ് ദാറ്റ്, വാട്ട് ഈസ് ദിസ്, എ ഹോട്ടൽ ഓർ എ മ്യൂസിയം? നമ്മളിവിടെ വന്നിരിക്കുന്നത് റീക്ക എന്ന് പറഞ്ഞ ഒരു പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പ്ലേസിനെ കുറിച്ചും ഹൈദരാബാദിനെ കുറിച്ചും പറയാൻ ഇനിയും ഒരുപാടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ.